ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ഇന്ദ്രയാഗം നടത്താൻ ഒരുമ്പിടുന്ന നന്ദഗോപരോട് ശ്രീകൃഷ്ണൻ പറയുന്നു: ഹേ പിതാവേ, ജീവികൾ അവരവരുടെ കർമ്മത്താൽ ദേഹം സ്വീകരിച്ച് ജനിക്കുകയും കർമ്മത്താൽ തന്നെ ദേഹവിയോഗം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ ലോകം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും നശിക്കുന്നതും സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ നിമിത്തമാകുന്നു. രജോ ഗുണത്തിൻ്റെ പ്രേരണയാൽ തന്നെ മേഘങ്ങളും വർഷിക്കുന്നു. അല്ലാതെ ഇന്ദ്രൻ്റെ ആജ്ഞാശക്തി കൊണ്ടാണ് വർഷം ഉണ്ടാകുന്നതെന്ന് ഊഹിക്കാൻ വഴിയില്ല. നമ്മളുടെ വാസസ്ഥാനം കാടാണ്. മലകളിലും കാടുകളിലും പശുപരിപാലനം ചെയ്ത് ജീവിക്കുന്ന നമുക്ക് ഇന്ദ്രനെ പൂജിക്കേണ്ട ആവശ്യമില്ല. പശുക്കളെയും പർവ്വതത്തെയുമാണ് പൂജിക്കേണ്ടതെന്ന്. ജീവജാലങ്ങൾക്ക് അന്നം കൊടുക്കുക, ബ്രാഹ്മണരെയും യാഗാഗ്നിയെയും ഗോവർദ്ധനത്തെയും പ്രദക്ഷിണം ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അഭിപ്രായപ്പെട്ട കൃഷ്ണൻ്റെ നിർദ്ദേശാനുസരണം ഗോപന്മാർ യാഗം നടത്തുകയും ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും നൈവേദ്യം സമർപ്പിക്കുകയും ചെയ്തു. ഭഗവാൻ ഒരു രൂപം സ്വീകരിച്ച് ഗോവർദ്ധന പർവ്വതത്തിനു സമർപ്പിച്ച നൈവേദ്യങ്ങൾ ഭക്ഷിച്ചു. ഇതറിഞ്ഞ ഇന്ദ്രൻ കോപിച്ച് എല്ലാറ്റിൻ്റെയും നാശത്തെ വരുത്തുന്ന പ്രളയകാലത്തെ ഉണ്ടാക്കിത്തീർക്കുന്ന മേഘസമൂഹത്തെ അയച്ചു. മനുഷ്യനായ ശ്രീകൃഷ്ണനെ ആശ്രയിച്ചതായി കണ്ട് ദേവനാഥനായിരിക്കുന്ന എന്നെ അവർ അപമാനിച്ചിരിക്കുന്നു. ഗോപന്മാരുടെ ഐശ്വര്യഗർവത്തെ നശിപ്പിക്കുവാൻ മേഘങ്ങളോട് ആജ്ഞാപിച്ചു. കഠോരമായ വർഷം കൊണ്ട് വിഷമിച്ച ഗോപന്മാർ വ്രജത്തെ രക്ഷിക്കാൻ സമർത്ഥനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ ഇടതുകൈകൊണ്ട് ഗോവർദ്ധനത്തെ എടുത്തുപൊക്കി വ്രജവാസികളോട്, പശുക്കളോടും ഭൃത്യന്മാർ, പുരോഹിതന്മാർ, മറ്റുപകരണങ്ങളോടും എല്ലാവരോടും അതിനിടയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചു. വജ്രവാസികൾ വിശപ്പും ദാഹവും നിദ്രയും കൂടാതെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഭഗവാൻ നിന്ന സ്ഥാനത്തു നിന്നിളകാതെ 7 ദിവസം ഒരേ നിലയ്ക്ക് പർവ്വതത്തെ ധരിച്ചു നിന്നു. ഭഗവാന്റെ നിൽപ്പ് കണ്ട് ആശ്ചര്യപ്പെട്ട ഇന്ദ്രൻ വ്രജത്തെ നശിപ്പിക്കാനുള്ള ഉദ്യമത്തിൽ നിന്ന് പിന്മാറി. ഇന്ദ്രൻ്റെ കൽപ്പന പ്രകാരം മേഘങ്ങൾ വർഷം നിർത്തി. ഇത് കണ്ട് ശ്രീകൃഷ്ണൻ വ്രജവാസികളോട് അവരുടെ എല്ലാ സാധനങ്ങളോടും പശുക്കളോടും പുറത്തേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. എല്ലാവരെയും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഗോവർദ്ധനത്തെ ഒട്ടും പ്രയാസം കൂടാതെ ആ സ്ഥാനത്തിൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട നന്ദഗോപാദികൾ ഭഗവാനെ ആലിംഗനം ചെയ്ത് ആശീർവദിച്ചു. ഭഗവാന്റെ ഈ ലീല കണ്ട ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഇതെല്ലാം കണ്ടപ്പോൾ ഭയം നിമിത്തം ഇന്ദ്രനും സന്തോഷം നിമിത്തം കാമധേനുവും ശ്രീകൃഷ്ണൻ്റെ സമീപം വന്നു. താൻ ചെയ്ത അപരാധത്താൽ ലജ്ജിതനായ ദേവേന്ദ്രൻ തനിയെ ഇരിക്കുന്ന ഭഗവാന്റെ പാദപങ്കജം തലോടി ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ട് സ്തുതിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 4 മുതൽ 13 വരെയുള്ള 10 ശ്ലോകങ്ങളാണ് ഇന്ദ്രസ്തുതി. 1-ാമത്തെ ശ്ലോകം. ഇന്ദ്ര ഉവാച: വിശുദ്ധസത്വം തവ ധാമ ശാന്തം തപോമയം ദുസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ തേ ഗ്രഹണാനുബന്ധഃ. ഇന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. താൻ ചെയ്ത അപരാധം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഭാവിക്കുന്ന ദേവേന്ദ്രൻ ഭഗവാൻ തൻ്റെ നേരെ കാട്ടിയ അനുഗ്രഹത്തെ 4 ശ്ലോകം കൊണ്ട് പറയുന്നു. പ്രാകൃതന്മാരായ ഞങ്ങൾക്ക് അങ്ങയുടെ സ്വരൂപം അറിയുവാൻ കഴിയുകയില്ല. അത് ശുദ്ധ സത്വമയമായിരിക്കുന്നതിനാൽ ഏറ്റവും ശാന്തമാകുന്നു. എന്തുകൊണ്ടെന്നാൽ രജസ്സും തമസ്സും അങ്ങയിൽ ലേശവുമില്ലാത്തതിനാൽ തന്നെ ഗുണങ്ങൾ സാധാരണ നിലയിൽ അന്യോന്യം കലർന്നിരിക്കും. അപ്പോൾ വികാരങ്ങളുമുണ്ടാകും. രജസ് തമസ്സുകളുടെ സമ്മേളനം ഒട്ടുമില്ലാതിരിക്കുന്ന ശുദ്ധ സത്വമാണ് അങ്ങയുടെ സ്വരൂപം. അതിനാൽ ശുദ്ധമേ ശാന്തമാകുന്നു. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ സംസാരബന്ധവും അങ്ങേക്കില്ല. 2-ാമത്തെ ശ്ലോകം. കുതോനു തദ്വേ തവ ഈശ തത്കൃതാ ലോപാദയോ യേ ബുധലിംഗഭാവാഃ തദാഭിദണ്ഡം ഭഗവാൻ ബിഭർത്തി ധർമ്മസ്യ ഗുപ്തൈ കലനിഗ്രഹായ. ദേഹത്തിൻ്റെ നശ്വരാവസ്ഥയെയും ആത്മാവിൻ്റെ സത്യാവസ്ഥയെയും അറിയാതെ ദേഹത്തെ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കുമ്പോൾ
ദേഹത്തിൽ അഹംബുദ്ധിയും ദേഹസംബന്ധികളിൽ മമതയും ഉണ്ടാകുന്നു. ഈ ഭാവങ്ങൾ അറിവില്ലായ്മ നിമിത്തമുണ്ടാകുന്നവയാകുന്നു. സംസാരത്തിൻ്റെ ആണിവേരുകളായ ലോപാതിവൃത്തികൾ ദേഹാത്മബുദ്ധിയുള്ളവർക്കു മാത്രമേ ഉണ്ടാകയുള്ളൂ. നിത്യശുദ്ധ ബുദ്ധസ്വരൂപനായ അങ്ങേക്ക് ആ ഭാവങ്ങൾ ഒട്ടുമില്ല. എങ്കിലും അങ്ങ് രക്ഷാശിക്ഷാദി വ്യാപാരങ്ങൾ ലൗകികമെന്ന പോലെ നടത്തുന്നു. അതിൻ്റെ ആവശ്യം എന്തെന്നാൽ, അന്യോന്യോപദ്രവം ചെയ്യുന്ന എന്നെപ്പോലെയുള്ള മൂഢന്മാരുടെ അഹങ്കാരം നശിപ്പിച്ച് അങ്ങയുടെ പാദപങ്കജ ഭജനാത്മക ധർമ്മം ലോകത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയിട്ടു മാത്രമാകുന്നു. 3-ാമത്തെ ശ്ലോകം. പിതാ ഗുരുസ്ത്വം ജഗദാമധീശോ ദുരത്യയകാല ഉപാത്തദണ്ഡഃ ഹിതായ സ്വേച്ഛാ തനുഭിഃ സമീഹസേ മാനം വിദുന്നൻ ജഗദീശമാനിനാം. ആരാലും അതിക്രമിക്കപ്പെടുവാൻ കഴിയാത്തവനായ കാലസ്വരൂപനായും ജഗത്തുക്കൾക്ക് പിതാവായും ഉപദേഷ്ടാവായും അധീശനുമായിരിക്കുന്ന അങ്ങ് ദണ്ഡം ധരിച്ചവനായിട്ട് ലോകഹിതത്തിനായിക്കൊണ്ട് താൻ തന്നെ ലോകേശനെന്ന് അഭിമാനിക്കുന്നവരുടെ മാനത്തെ ദൂരീകരിക്കുന്നവനായിട്ട് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചെടുത്ത അവതാരങ്ങളെക്കൊണ്ട് ലീലകളാടുന്നു. ഞങ്ങൾ തന്നെയാണ് ലോകനാഥന്മാർ എന്നു നടിക്കുന്ന എന്നെപ്പോലെയുള്ളവരെ ശാസിക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാകുന്നു. അങ്ങ് സ്വേച്ഛയാ ഓരോ സ്വരൂപം എടുക്കുന്നതും ഇതിനു വേണ്ടിയിട്ട് മാത്രമാകുന്നു. 4-ാമത്തെ ശ്ലോകം. യേ മദ്വിജാജ്ഞാ ജഗദീശമാനിനസ്ത്വാം വീക്ഷ്യ കാലേ ഭയമാശു തന്മദം ഹിതാര്യമാർഗം പ്രഭജന്ത്യഭസ്മയാ ഈഹ കലാനാം അഭിതേനുശാസനം. എന്നെപ്പോലെ അറിവില്ലാത്ത ജഗദീശമാനികൾ യാതൊരുത്തരോ അവർ ഭയകാലത്തിൽ അഭയസ്വരൂപനായി ദണ്ഡധരനായിരിക്കുന്ന അങ്ങയെ കണ്ടിട്ട് ജഗദീശമാനപ്രയുക്തമായിരിക്കുന്ന ആ മതം ക്ഷണത്തിലുപേക്ഷിച്ചിട്ട് ഗർവമറ്റവരായി അങ്ങയിൽ ഭക്തിയോടുകൂടി ഇരിക്കുക എന്നീവിധ സന്മാർഗങ്ങളെ പ്രാപിച്ച് ശുദ്ധാന്തകരണന്മാരായിത്തീരുന്നു. അതിനാൽ അങ്ങയുടെ ഈ വിധമായ ലീലയും കലന്മാർക്ക് ശാസനാരൂപേണ അനുഗ്രഹമായി തന്നെ ഇരിക്കുന്നു. അതിനാൽ അങ്ങ് ചെയ്ത മാനദൂരീകരണം ശിക്ഷയാണെന്നിരിക്കലും എനിക്കിതെത്രയും കല്യാണപ്രദമായി ഭവിച്ചിരിക്കുന്നു. അങ്ങയെ മറന്നിരുന്നതിൻ്റെ ഫലം സിദ്ധിച്ചു. 5-ാമത്തെ ശ്ലോകം. സത്വം മമൈശ്വര്യമതപ്ലുതസ്യ കൃതാകസസ്തേ വിദുഷപ്രഭാവം ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭൂന്മതിരീശമേ സതി. എന്തും ചെയ്യാൻ സമർത്ഥനായിരിക്കുന്ന പ്രഭുവിനോട് ക്ഷമായാചനം തന്നെ യുക്തമെന്നു കാണിക്കാൻ ഹേ പ്രഭോ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഇന്ദ്രൻ ഭഗവാനോട് പറയുന്നു. അങ്ങയുടെ പ്രഭാവം ഒട്ടും തന്നെ അറിയാത്തവനും ഇന്ദ്രാധിപത്യത്തിലുണ്ടായ മതത്താൽ വ്യാപ്തനും ബുദ്ധികെട്ടവനും അതുനിമിത്തം അപരാധിയുമായ എൻ്റെ കുറ്റം സർവേശ്വരനായിരിക്കുന്ന അങ്ങ് ക്ഷമിക്കാനായിക്കൊണ്ട് യോഗ്യനായി ഭവിക്കുന്നു. സർവാന്തര്യാമിയായിരുന്ന സർവത്തെയും ചെയ്യിക്കുന്ന അല്ലയോ ഈശ്വര, കഴിഞ്ഞുപോയതിനെപ്പറ്റി പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. മേലിലെങ്കിലും എനിക്ക് ഈ വിധമായ ദുർബുദ്ധി തോന്നാതിരിക്കാൻ കരുണ ചെയ്യണം. മേലിലെങ്കിലും എനിക്ക് ഈ വിധമായ ദുർബുദ്ധി തോന്നാതിരിക്കാൻ കരുണ ചെയ്യണമേ. 6-ാമത്തെ ശ്ലോകം. തവാവതാരോയമതോഷജേഹ സ്വയംവരാണാം മുരുഭാരജന്മനാം ചമൂപദീനാമ ഭവായ ദേവ ഭവായ യുഷ്മശ്ചരണാനുവർത്തിനാം. അല്ലയോ സർവജ്ഞനായുള്ളവനെ, ഈ ഭൂലോകത്തിൽ അങ്ങയുടെ ഈ അവതാരം തങ്ങളുടെ ഉദരപൂരണം മാത്രം ചെയ്ത് പ്രാണനെ പോഷിപ്പിക്കുന്നവരും മറ്റുള്ളവരെ ക്ലേശിപ്പിക്കുന്നവരാകയാൽ ഭൂമിക്കധികം ഭാരമായി ഭവിച്ചവരുമായ രാജാക്കന്മാരുടെ ഉന്മൂലനാശത്തിനായിക്കൊണ്ടും അങ്ങയുടെ ചരണാരവിന്ദ മധു പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർക്ക് യഥോചിതം ധർമാർത്ഥ കാമാദി പുരുഷാർത്ഥങ്ങൾ നൽകുന്നതിനും സമർത്ഥമാകുന്നു. ഭഗവാന്റെ ഈ വിധമായ എല്ലാ ക്രീഡകളും അവതാര പ്രയോജനമായി തന്നെ ഇരിക്കുന്നു. 7-ാമത്തെ ശ്ലോകം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ
വാസുദേവായ കൃഷ്ണായ സാത്വതാം പതയേ നമഃ. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ജീവരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും അപരിച്ഛിന്നനും വസുദേവപുത്രനും എല്ലായ്പ്പോഴും ആനന്ദമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും യാദവന്മാരുടെ സർവ്വസങ്കടങ്ങളും തീർത്തു കാക്കുന്ന രക്ഷിതാവും ഷഡ്ഗുണ പരിപൂർണനുമായ അങ്ങയെ അപരാധം ക്ഷമിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. 8-ാമത്തെ ശ്ലോകം. സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ. തൻ്റെ ഇഷ്ടപ്രകാരം സ്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനായും കർമാദിബാധയില്ലാതെ പരിശുദ്ധമായ ജ്ഞാനമാകുന്ന സ്വരൂപത്തോടു കൂടിയവനായും വിശ്വരൂപനായും സർവത്തിനും ഉത്പത്തി സ്ഥാനഭൂതനായും സർവഭൂതങ്ങളുടെയും ആത്മാവുമായിരിക്കുന്ന അങ്ങേയ്ക്കായിക്കൊണ്ട് നമസ്കാരം. 9-ാമത്തെ ശ്ലോകം. മയേദം ഭഗവൻ ഗോഷ്ഠാനാശായ സാരവായുഭിഃ ചേഷ്ടിതം വിഹതേ യത്നേ മാനിനാ തീവ്രമന്യുനാ. സർവേശ്വരനായ അങ്ങ് യാഗം മുടക്കിയ സമയം ഒതുങ്ങേണ്ടവനായ ഞാൻ ത്രിലോകേശൻ എന്ന അഭിമാനഹേതുവാൽ വർദ്ധിച്ച കോപത്തോടു കൂടിയവനായിട്ട് കർത്തവ്യാകർത്തവ്യങ്ങൾ ഇന്നതെന്നറിയാത്തവനായി ഗോകുലത്തെ നശിപ്പിക്കാമെന്നുദ്ദേശിച്ചും കൊണ്ട് അതികഠിനമായ വർഷത്താലും കാറ്റിനാലും ഗോകുലത്തെ ഉപദ്രവിച്ചു എന്ന എൻ്റെ ഈ അവിവേകം ക്ഷന്തവ്യമാകുന്നു. ക്രോധികൾക്ക് ചെയ്തുകൂടാത്തതൊന്നുമില്ല. അതിനാൽ കാമാദി ഷഡ്വർഗ സമേതനായിരിക്കുന്ന എൻ്റെ അപരാധം കാമാതിരഹിതനായ അങ്ങ് ക്ഷമിക്കണമെന്നു സാരം. 10-ാമത്തെ ശ്ലോകം. ത്വയേഷാനുഗൃഹീതോസ്മി ധ്വസ്തസ്തംഭോ വൃതോദ്യമഃ ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗതഃ. ഹേ ഈശ്വര, അങ്ങയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ എൻ്റെ മതം തീരെ നശിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ ഞാൻ തന്നെ എന്ന അഹങ്കാരത്താൽ ഞാൻ ചെയ്ത പരിശ്രമം ഒട്ടും ഫലിക്കാത്തതുകൊണ്ടു തന്നെ. ദുരഹങ്കാരികളെ ഈ വിധം അമർത്തി അടക്കുന്നവനും ചരാചരങ്ങളുടെ ആത്മാവും ഗുരുവുമായ അങ്ങയെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇന്ദ്രസ്തുതി അവസാനിച്ചു. ഹരി ഓം.